ഒരു പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകാം കേട്ടോ. പുതിയ ജനപ്രതിനിധികൾ അധികാരമേറ്റതോടെ ഒരു കോളേജ് ക്ലാസ് റൂമായി മാറിയിരിക്കുകയാണ് കോട്ടയം വാഴൂർ പഞ്ചായത്ത് ഓഫീസ്. കാര്യം എന്താണെന്നോ, ശ്രീ വിദ്യാധിരാജ NSS കോളേജിലെ അധ്യാപികയായിരുന്ന പുഷ്കലാദേവിയാണ് വാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. ടീച്ചറുടെ വിദ്യാർത്ഥികളായ 4 പേരാണ് ഇത്തവണ മെമ്പർമാരായെത്തിയത്. വാഴൂർ SBR NSS കോളേജിൽ വെച്ച് പല കാലങ്ങളിൽ പുഷ്കല ടീച്ചർ ചോദിച്ച ചോദ്യമാണ്, പിള്ളേരെ നിങ്ങൾക്കൊക്കെ ഭാവിയിൽ എന്താവാൻ ആഗ്രഹം? എനിക്ക് എൻ്റെ നാട്ടിലെ മെമ്പറാണ് ടീച്ചറെ. എനിക്ക് മെമ്പറായ കൊള്ളാവുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പറായിട്ടൊരു കൈ നോക്കണം. എന്നാൽ എനിക്കും മെമ്പറാവണം ടീച്ചറെ. പിള്ളേരും ലോകവും വേഗത്തിൽ വളർന്നു. ക്ലാസ് മുറിയിൽ നിന്ന് കഥ വാഴൂർ പഞ്ചായത്ത് ഓഫീസ് വരെ എത്തി. അന്ന് ഉത്തരം പറഞ്ഞവർ ഇന്ന് പഞ്ചായത്തിലെ മെമ്പർമാരാണ്. അന്ന് ചോദ്യം ചോദിച്ച പുഷ്കല ടീച്ചർ ഇന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റും. 2010 മുതൽ പഞ്ചായത്ത് മെമ്പറാണ് പുഷ്കല ടീച്ചർ. പഞ്ചായത്ത് പ്രസിഡന്റായി ഇത് 2ാം തവണ. ടീച്ചറിന്റെ പിള്ളേരായ മനോജും ജോണും ജിനുവും റംഷാദും ഒക്കെ മെമ്പർമാരും. ഏറെ സന്തോഷമുണ്ട്. ഞാൻ വിവിധ വർഷങ്ങളിൽ SBR NSS കോളേജിൽ പഠിപ്പിച്ച കുട്ടികളും എന്നോടൊപ്പം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. പല വർഷങ്ങളിലായി പഠിച്ചവരാണെങ്കിൽ പോലും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും സൗഹാർദ്ദത്തോടും കൂടി അന്ന് മുതൽ ഇന്ന് വരെ കഴിയുന്ന ഒരു ബന്ധമാണ് അധ്യാപികയായ ഞാനും ഈ കുഞ്ഞുങ്ങളും തമ്മിൽ. പിള്ളേര് നന്നാകാൻ അടി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ടീച്ചറിനുണ്ട്. എങ്കിലും പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ടീച്ചർ വടിയെടുക്കില്ല. അടി കൊടുക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും വേണ്ടി വരില്ല. കാരണം അവരെ നയിച്ചത് നമ്മളൊക്കെ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുട്ടികളെ. അന്ന് പിള്ളേരായിരുന്ന ഇന്നത്തെ മെമ്പർമാർക്ക് ഇനി പഞ്ചായത്ത് ഓഫീസ് എന്നത് വീടാണ്. ക്ലാസ് റൂമിനപ്പുറം ടീച്ചറമ്മ നയിക്കുന്ന സ്നേഹവീട്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം 4 പേരെ പഠിപ്പിച്ച ആളുകളും ബാക്കിയുള്ള ആളുകളെ പഠിപ്പിക്കാത്തതാണെങ്കിലും ടീച്ചർ സ്വന്തം മക്കളെ പോലെ കരുതി ഒരു ക്ലാസ് റൂമിനപ്പുറത്തൊരു വീടായി ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോളേജ് ക്യാമ്പസിലേക്ക് 4 പേരെയും കൈപിടിച്ച് നയിച്ച ടീച്ചറാണ്. ഇനി ഇവരെല്ലാം ചേർന്ന് വാഴൂരിനെ നയിക്കും. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് എസ് ടി തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഷിനോജെ, കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു വിട്ട ടീച്ചറാണ്. ആ ടീച്ചറിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഒരു നാടിനെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് അവർ ഒന്നിച്ചിരിക്കുകയാണല്ലേ. എന്തായാലും ടീച്ചറിനെ അഭിമാനിക്കാം. കുട്ടികളായിരുന്നു, ഇപ്പോൾ അവരോടൊപ്പം തന്നെയുണ്ട്, മെമ്പർമാരായിട്ടുണ്ട്. ടീച്ചർ ഇപ്പോൾ അവിടെ നയിക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം തന്നെയുണ്ട്. അതൊരു തലമുതിർന്ന ആളായിട്ട് തന്നെയാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ടീച്ചർ തന്നെ മുന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം പരസ്പരം ഉണ്ടാകും. ശരിക്കും നല്ല ഭംഗിയായിരിക്കും അല്ലേ കാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ടീച്ചർ എന്നുള്ളത് മാത്രമല്ല മറ്റൊരുപാട് പേരുണ്ട്, ഒരു വീട് പോലെ അവർക്ക് ഇനി കഴിയാൻ, അതിനെ മുന്നോട്ട് നയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ സ്നേഹവും ബഹുമാനവും ഒക്കെ അവരുടെ വാക്കുകളിൽ നിന്ന് പോലെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിലെ മറ്റൊരു പഞ്ചായത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കൗതുകമാണ് നിലവിൽ ഇപ്പോൾ ഈ വാഴൂർ പഞ്ചായത്ത് ഓഫീസിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഈ നമ്മുടെ പുഷ്കല ടീച്ചർ എന്ന് പറയുന്നത് ഏകദേശം 28 വർഷം വാഴൂരിലെ SBR NSS കോളേജിലെ എക്കണോമിക്സ് അധ്യാപികയായിരുന്നു. ഈ അധ്യാപക ജീവിതമൊക്കെ കഴിഞ്ഞതിന് ശേഷം റിട്ടയർമെൻറ്റ് സമയത്താണ് ടീച്ചർ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തന്നെ ഭാഗമാകുന്നത്. 2010 മുതൽ തുടർച്ചയായ 4ാമത്തെ തവണയാണ് ടീച്ചർ ഇപ്പോൾ മെമ്പറായിരിക്കുന്നത്. 2015 മുതൽ 20 വരെയുള്ള കാലയളവിൽ വാഴൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു പുഷ്കല ടീച്ചർ എന്ന് പറയുന്നത്. അതായത് പ്രസിഡന്റ് ആയിട്ടുള്ളത് 2ാമത്തെ തവണയാണ്. എന്തായാലും ഈ ആദ്യത്തെ തവണ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളിൽ 2 പേർ മെമ്പർമാരായിട്ടുണ്ടായിരുന്നു 2015-20 കാലയളവിൽ. ഇപ്പോൾ ഇതാ 4 കുട്ടികൾ, ടീച്ചർ പഠിപ്പിച്ച 4 പിള്ളേരാണ് ഇപ്പോൾ മെമ്പർമാരായി. ഈ 4 പേരും LDF-ന്റെ മെമ്പർമാരാണ്. ടീച്ചറും LDF-ന്റെ ഭാഗമെന്നാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത്. അങ്ങനെ വാഴൂർ കോളേജിൽ നിന്നുള്ള 5 പേരാണ് നിലവിൽ ഇപ്പോൾ ഈ വാഴൂർ പഞ്ചായത്തിന് നിലവിൽ ഇപ്പോൾ നയിക്കുന്നതെന്ന് തന്നെ പറയാം. എന്തായാലും വൈസ് പ്രസിഡന്റും ടീച്ചർ പഠിപ്പിച്ച കുട്ടി തന്നെയാണ്, മനോജ് ചാക്കോ എന്നാണ് പേര്. ഈ ഇത്തരത്തിലുള്ളൊരു കൗതുകം അത് വളരെ ഇപ്പോൾ വാഴൂർ പഞ്ചായത്തിലെ മാത്രമല്ല വാഴൂർ കോളേജിനും അത്തരത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യമായി തന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വലിയൊരു പ്രത്യേകത തന്നെയല്ലേ നമ്മൾക്ക് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ടീച്ചറോടുള്ള ബഹുമാനം, ടീച്ചർക്ക് തിരികെ അവർ പഠിപ്പിച്ച ആ കുട്ടികളോടുള്ള സ്നേഹം, അവർ തങ്ങളുടെ മുന്നിലെ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും മുന്നിലേക്കുള്ള കാര്യങ്ങൾ തുടങ്ങിയതൊക്കെ ടീച്ചർ പറയുമ്പോഴും ആ സന്തോഷവും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എങ്കിൽ പോലും ഇങ്ങനെയുള്ള കൗതുക കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും ഒരിടത്തുണ്ട്. അത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നല്ലേ. ശരി ഷിനോജെ.